പാലക്കാട് പറളിയ സ്കൂളിന്റെ ഇനിയയ്ക്ക് ഇനി സ്വന്തം സ്പൈക്ക് ധരിച്ച് ട്രാക്കിലിറങ്ങാം. മീഡിയ വൺ വാർത്ത കണ്ട് നടൻ ജിബിൻ ഗോപിനാഥാണ് ഇനിയയ്ക്ക് സ്പൈക്കുമായി എത്തിയത്. സംസ്ഥാന കായികമേളയിൽ കടം വാങ്ങിയ ഷൂസ് അണിഞ്ഞ് മെഡലുകൾ വാരിക്കൂട്ടിയ ഇനിയെക്കുറിച്ചാണ് മീഡിയ വൺ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. തന്നെക്കാൾ 3 വയസ്സ് മുതിർന്നവരോടൊപ്പം മത്സരിച്ചാണ് ഇനിയ 3000 മീറ്ററിൽ സ്വർണവും 1500 മീറ്ററിൽ വെള്ളിയും നേടിയത്. ഒരു വാർത്ത പുറത്തുവിടുന്നു. അതായത് നമ്മൾ ഇനിയുടെ ഒരു സ്റ്റോറി, അതായത് സീനിയർ പെൺകുട്ടികളിൽ 3000 മീറ്ററിൽ സ്വർണം നേടി, 1500 മീറ്ററിൽ വെള്ളി നേടി, പിന്നീട് ഇന്ന് രാവിലെ ക്രോസ് കൺട്രിയിൽ കൂടി സ്വർണം നേടി ഇനിയുടെ വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. 13 വയസ്സുകാരിയാണ്, പക്ഷെ മത്സരിക്കുന്നത് സീനിയർ വിഭാഗത്തിലാണ്. പെൺകുട്ടിയുടെ വാർത്ത അറിഞ്ഞ് നമുക്ക് വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ പെൺകുട്ടി ഈ സ്വന്തമായി സ്പൈക്സ് ഒക്കെ ഇല്ലാതെയാണ് ഈ മത്സരത്തിലൊക്കെ പങ്കെടുത്തത്. അപ്പോൾ ഈ വാർത്ത കണ്ട് നമ്മളോടൊപ്പം ഒരാൾ ബന്ധപ്പെട്ടിരുന്നു. സിനിമാ നടനായ ജിബിനാണ് നമ്മളെ ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്റ്റോറിയാണ്. ജിബിൻ തന്നെ പറയാം, എങ്ങനെയാണത്? അല്ല, വളരെ യാദൃച്ഛികമായിട്ടാണ് ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ കളിച്ചിരിക്കുന്ന സമയത്ത് കണ്ടു. ഞാൻ ഒരു സ്പോർട്സ് പ്രേമിയാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് കണ്ടാലും ഞാനിങ്ങനെ കാണാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു കുട്ടി, കുറേ വലിയ പിള്ളേര്, അവരൊക്കെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് ഈ ഫിനിഷിംഗ് ലൈനിലേക്ക് ഇങ്ങനെ കയറി വരുന്നൊരു സംഭവം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഫീലായി പോയി. അത് കഴിഞ്ഞിട്ട് ഈ റിപ്പോർട്ട് കേട്ടപ്പോഴാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അതിൽ പറയുന്നത്. ഇങ്ങനെ അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ഞാൻ പറയില്ലേ, പ്രത്യേകിച്ച് ഇതെനിക്ക് ഞാൻ ജിബിൻ നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ജിബിന്റെ മുഖം പുറത്ത് കാണിക്കരുത്. പിന്നെ മഹേഷ് ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജിബിനെ ഒന്ന് ക്യാമറയ്ക്ക് മുൻപിൽ നിർത്താം, ഒരു കാണുന്നവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് കരുതിയാണ് നമ്മളിങ്ങനെ ജിബിനെ ക്യാമറ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. ജിബിൻ ഒരിക്കലും ക്യാമറ മുമ്പിലേക്ക് തന്നെ കാണിക്കരുതെന്നായിരുന്നു തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നതിലും ജിബിൻ ഇനിയൊക്കെ ഒരു ചെറിയ സമ്മാനം നൽകും. അത് നമുക്ക് കൊടുക്കാം. ഈ പറഞ്ഞൊരു സ്പൈക്കിന് എന്താണ് വില എന്ന് നോക്കിയിട്ട് അതിന്റെ എന്നെ കൊണ്ട് പറ്റുന്നൊരു ചെറിയൊരു സംഭവം, അതൊരു സമ്മാനമായിട്ട്, എൻ്റെ ഒരു സന്തോഷമായിട്ട് മാത്രം അങ്ങനെ വിചാരിച്ചാൽ മതി. മോളെ നന്നായിട്ട് വരിക. ഇനിയും ഈ പറഞ്ഞതുപോലെ ഈ നേരത്തെ കണ്ടില്ലേ, ഈ പുറകെ ഇങ്ങനെ ഇടിച്ച് മുന്നോട്ട് കയറിയെന്നില്ലേ, അതുപോലെ ഇനി മുന്നോട്ട് ജീവിതത്തിൽ നന്നായിട്ട് വന്നാൽ മതി. എനിക്കത് ഭയങ്കര സന്തോഷമായത് കണ്ടപ്പോഴും. അപ്പൊ ഞാൻ പറയും, എനിക്കിതൊരു പബ്ലിസിറ്റിയോട് എനിക്ക് ഒരു താല്പര്യമില്ല. പരിശീലകനോട് കൂടി നമുക്ക് ചോദിക്കാം. സാറേ, ഇപ്പം ഇനിയ താങ്കൾ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രതീക്ഷയോടെ, കുഞ്ഞുകുട്ടിയാണ്, വലിയ പ്രതീക്ഷയോടെ വന്നതാണ്, വലിയ ആളുകളോടൊപ്പം മത്സരിച്ച് ജയിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരാൾ മുൻപോട്ട് വരുന്നു, അപ്പോൾ എന്ത് തോന്നുന്നു? 13 വയസ്സായ ഒരു കുട്ടി 19 വയസ്സ് താഴെയുള്ള കുട്ടികളോടൊപ്പം മത്സരിച്ചുകൊണ്ട് ഇത്രയും വലിയ വിജയം ഒരു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നേടുക എന്നുള്ളത് എല്ലാവർക്കും സന്തോഷം വരുന്ന ഒന്നാണ്. പക്ഷേ ആ കുട്ടിയുടെ കഷ്ടപ്പാടും വേദനകളൊക്കെ മനസ്സിലാക്കാൻ കഴിയാവുന്നുള്ളതും ഒരുപാട് പേർക്ക് ആ വേദനയിൽ പങ്കുണ്ട്. ഇതുപോലെ വന്ന് ആ കുട്ടിക്ക് എന്താണ് ആവശ്യം? ഒരു സ്പൈക്സ്, നല്ലൊരു സ്പൈക്സ് വേണം. എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 14,000 രൂപ വില വരും. നൈക്കിൻ്റെയൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട വിദ്യാലയങ്ങളിൽ നിന്ന് വന്ന് ഇതുപോലെ കഷ്ടപ്പാടുകൾ നേടുമ്പോൾ ദൈവം ഇതുപോലുള്ള നല്ല മനസ്സുള്ള ആളുകളെ ഞങ്ങളോടൊപ്പം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. ഈ സ്പൈക്സിനേക്കാളും വലിയ മൂല്യം അവിടെ നല്ല മനസ്സിന് മുമ്പിൽ ഞങ്ങൾക്ക് അവരെ പോലുള്ള നല്ല മനസ്സുള്ള ആളുകളെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ജിബിൻ ചേട്ടനോട് എന്താണ് പറയാനുള്ളത്? ജിബിൻ ചേട്ടനെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന ആദ്യമായിട്ടല്ലേ? സന്തോഷമായി, വളരെയധികം സന്തോഷമായി. താങ്ക് യു. ഇനി അങ്ങനെ അധികം സംസാരിക്കുന്ന ഒരാളല്ല, നമ്മളോട് സംസാരിക്കുമ്പോഴും ഇനി അധികം സംസാരിക്കുന്നുള്ള. ഏതായാലും വളരെയധികം സന്തോഷം. ഇങ്ങനെ ഇത് വീഡിയോ കാണുന്ന ആളുകൾക്ക് കൂടുതൽ പ്രചോദനമാകട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താലും. ഇനി ദേശീയ മീറ്റിലേക്ക് പോകുമ്പോൾ വലിയ മെഡലുകളുമായാണ് വരും. അന്ന് ജിബിനെ സന്തോഷിക്കുകയും ചെയ്യാം. ഏതായാലും സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ വൺ.